പ്പെട്ടവരെ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുന്ന പല കാഴ്ചകളുമുണ്ട്. എതിരാളികളെ, അതായത് രാഷ്ട്രീയ എതിരാളികളെ വടിവാളുകൊണ്ടും അല്ലെങ്കിൽ കത്തി കൊണ്ടും നേരിടുന്ന കാഴ്ചകൾ. എന്നാൽ എൻ്റെ നാട് പറയുന്ന ഒരു കഥയുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം, അന്നേ ദിവസം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് 6 മണിക്ക് ശേഷം എൻ്റെ നാട്ടിൽ കണ്ട അതിമനോഹരമായ ഒരു കാഴ്ച. പ്രിയപ്പെട്ട എതിരാളികളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പരസ്പരം കെട്ടിപ്പുണർന്ന് മടങ്ങുന്ന, വീട്ടിലേക്ക് മടങ്ങുന്ന, അല്ലെങ്കിൽ അവരവരുടേതായ കാര്യങ്ങളിലേക്ക് മടങ്ങുന്ന അതിമനോഹരമായൊരു കാഴ്ച. വോട്ടെടുപ്പ് നടന്ന അന്നേ ദിവസം 6 മണിക്ക് ശേഷം എൻ്റെ നാട്ടിൽ നടന്ന കാഴ്ചകളാണ് ഇതൊക്കെ. UDF സ്ഥാനാർത്ഥിയായിരുന്ന KP ജാബിർ മാസ്റ്റർ LDF സ്ഥാനാർത്ഥിയായിരുന്ന നെടിയടുത്ത് മൂസയ്ക്ക് ആലിംഗനം ചെയ്യുന്നതും, പിന്നീട് UDF-നെതിരെ വിമതനായി മത്സരിച്ച മുഹമ്മദ് കോയയ്ക്ക് കെട്ടിപ്പിടിക്കുന്നതും കൈ കൊടുക്കുന്നതൊക്കെ കാണാം. ഇടയ്ക്കപ്പയോ സഖാവ് ഷിബുവേട്ടൻ പറയുന്നുണ്ട്, ഇന്ന് തന്നെ വോട്ടെണ്ണി ഇരുന്നെങ്കിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ പിരിയാമായിരുന്നെന്നൊക്കെ. ഇത് ബിച്ചുവേട്ടനാണ്, BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. UDF-ന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് നല്ല വേരുള്ള വാർഡാണ് എന്റേത്. അതേസമയം CPM-നും ശക്തമായ വേരോട്ടമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തിരി വാശിയും വീറുമൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ മറക്കും. ഞങ്ങൾ ആരും വാളുകൊണ്ടോ കത്തി കൊണ്ടോ സംസാരിക്കാറില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും രാഷ്ട്രീയം പറയാറൊക്കെ ഉണ്ട് കേട്ടോ, പ്രത്യേകിച്ച് സഖാവ് ബാബുവേട്ടനോടൊക്കെ. ചിരിച്ചുകൊണ്ടല്ലാതെ ഇന്നേ വരെ ബാബുവേട്ടൻ മറുപടി പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം നന്നായി ബാബുവേട്ടനും പറയും, ഞങ്ങൾ ബാബുവേട്ടനോടും പറയും. എന്നാൽ ഇന്നേ വരെ മുഖം കറുപ്പിച്ചോ അല്ലെങ്കിൽ പുഞ്ചിരിക്കാതെയോ ആ മനുഷ്യനും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും, പോകും. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ നാടിൻ്റെ ഐക്യവും സമാധാനവും സൗഹൃദവും തകർക്കുന്ന രീതിയിലാകരുത് ഓരോ തെരഞ്ഞെടുപ്പും.